നമസ്കാരം. ഓൺലി ഫാൻസ് എന്ന വെബ്സൈറ്റ് കേൾക്കാത്തവരെ ആരുമില്ലല്ലോ. ചുമ്മാ നുണ പറയണ്ട, പലരും കേട്ടിട്ടുണ്ടാവും. പ്രായപൂർത്തിയായവർക്കുള്ള ഓൺലി ഫാൻസ് എന്ന സൈറ്റിന് നാൾക്ക് നാൾ ഇങ്ങനെ പ്രിയം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് സബ്സ്ക്രൈബർമാരിൽ നിന്ന് നേരിട്ട് പണം സമ്പാദിക്കാനുള്ള ജനപ്രിയ പ്ലാറ്റ്ഫോമായിട്ട് വരെ ഈ ഓൺലി ഫാൻസ് മാറിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവായ ഉള്ളടക്കം ലഭിക്കുന്നതിന് ആളുകൾ ഇതിലേക്ക് പണം നൽകേണ്ടതായിട്ടുണ്ട്. പ്രായപൂർത്തിയായവർക്കുള്ള ഉള്ളടക്കമാണെന്നതിൽ ഉള്ളതെങ്കിലും പണമടച്ച് ഉള്ളടക്കം നൽകുന്ന കലാകാരന്മാരാവട്ടെ, അധ്യാപകരാവട്ടെ, ഹോബിസ്റ്റ് ആവട്ടെ എന്നിവരെല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓൺലി ഫാൻസിൻ്റെ പ്രത്യേകത. തങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നതിനായാണ് ഇന്ത്യയിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ ഓൺലി ഫാൻസിൽ ചേരുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് ഇന്ത്യയിൽ നിയമസാധുതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വരുമാനം നേടുന്നത് സ്വയം തൊഴിലായി കണക്കാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യവുമുണ്ട്. വരുമാനത്തിന് നികുതി കൊടുക്കണോ തുടങ്ങിയ നിരവധി കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഓൺലി ഫാൻസിൽ നിന്ന് പണം സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓൺലി ഫാൻസ് ഇന്ത്യയിൽ നിയമവിധേയമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിൽ നിലവിൽ ഓൺലി ഫാൻസ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിനോ പ്ലാറ്റ്ഫോമിലൂടെ പണം സമ്പാദിക്കുന്നതിനോ നിലവിൽ ഇതുവരെ വിലക്കില്ല. ഉള്ളടക്കങ്ങളിൽ അശ്ലീലമില്ലെന്നും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതായിട്ടുണ്ടെന്നും ഉറപ്പാക്കുകയും വേണം. പ്രായപൂർത്തിയാകാത്തവരെയോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ഉൾപ്പെടുന്ന ഉള്ളടക്കം പങ്കിടുന്നത് കർശനമായി നിരോധിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ നിയമപ്രകാരം ഇത് ശിക്ഷാർഹമാണ്. ഈ പ്ലാറ്റ്ഫോം നിയമവിധേയമാണെങ്കിലും അവരുടെ വരുമാനം ഇപ്പോഴും ഇന്ത്യൻ നികുതി നിയമങ്ങൾക്ക് വിധേയമാണെന്നത് കണ്ടന്റ് ക്രിയേറ്റർമാർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വരുമാനം ശരിയായി റിപ്പോർട്ട് ചെയ്യുകയും ആദായ നികുതി നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടന്റ് ക്രിയേറ്റർമാരെ സ്വയം തൊഴിൽ ചെയ്യുന്നവരായി കണക്കാക്കുന്നു. നികുതി കണക്കാക്കുമ്പോൾ ഓൺലി ഫാൻസിൽ നിന്നുള്ള വരുമാനം ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. കണ്ടന്റ് ക്രിയേറ്റർമാരെ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികളായോ ഏക ഉടമസ്ഥരായോ കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് അവരുടെ വരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനും നികുതി അടയ്ക്കുന്നതിനും അവർ ഉത്തരവാദികളാണ്. സബ്സ്ക്രിപ്ഷനുകൾ, ടിപ്പുകൾ, പണമടച്ചുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഗത കണ്ടന്റുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം ബിസിനസ്സിൽ നിന്നും ജോലിയിൽ നിന്നുള്ള ലാഭവും നേട്ടവും ഒക്കെയായി കണക്കാക്കപ്പെടുകയാണ്. ഇത് മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പോലെയോ ഓൺലൈനിൽ നിന്ന് സമ്പാദിക്കുന്ന ഫ്രീലാൻസറെയോ പോലെ തന്നെയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ കണ്ടന്റ് ക്രിയേറ്റർ 1 കോടി രൂപയിൽ കൂടുതൽ മൊത്ത വരുമാനം നേടുന്നുണ്ടെങ്കിൽ അവർ നികുതി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. കൃത്യമായ റിപ്പോർട്ടിംഗ് ഉറപ്പാക്കുന്നതിന് ചെറിയ കണ്ടന്റ് ക്രിയേറ്റർമാർ പോലും വരുമാനത്തിൻ്റെയും ചെലവുകളുടെയും ശരിയായ രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓൺലി ഫാൻസ് വരുമാനത്തിനുള്ള ആദായ നികുതി നിയമങ്ങൾ ഓൺലി ഫാൻസിൽ നിന്ന് സമ്പാദിക്കുന്ന എല്ലാ പണവും ഡിജിറ്റൽ പേയ്മെൻറ്റായി ലഭിച്ചതും ഇന്ത്യൻ നിയമപ്രകാരം നികുതി വിധേയവുമാണ്. കണ്ടന്റ് ക്രിയേറ്ററുടെ നികുതി നൽകേണ്ട മൊത്തം വരുമാനത്തിലേക്ക് ഇത് ചേർക്കുകയും ബാധകമായ സ്ലാബ് നിരക്കുകൾക്കനുസരിച്ച് നികുതി ഈടാക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ക്യാമറ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, മൈക്രോഫോണുകൾ, സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷനുകൾ, ഇന്റർനെറ്റ് ബില്ലുകൾ, മറ്റ് ചെലവുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് നിയമാനുസൃതമായ ഇളവുകൾ നികുതി ഇനത്തിൽ തേടാവുന്നതാണ്. GSTയും ബാധകമായേക്കാം. ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വരുമാനം ഒരു വർഷത്തിൽ 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് അവർ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. GST വ്യവസ്ഥയിൽ ഇന്ത്യൻ സബ്സ്ക്രൈബർമാർക്ക് നൽകുന്ന സേവനങ്ങൾക്ക് 18% നികുതിയും ചുമത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലരും ജീവിതത്തിൽ ഓൺലി ഫാൻസ് എന്ന പേര് കേട്ടിട്ടുണ്ടാവാം, ചിലർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം, ചിലർ ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. എന്നാൽ ഓൺലി ഫാൻസിൻ്റെ മറ്റൊരു ലോകം, അതാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഓൺലി ഫാൻസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നാളെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിലവിൽ ഓൺലി ഫാൻസ് നിയമവിരുദ്ധമല്ല. പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന ചില പരിപാടികൾ ഇതൊക്കെയാണ്.